കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, പുതുമലയാണ്മ തൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോൾ. പുതുമലയാണ്മ തൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി കെ ദാമോദരനാണ് എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി കെ ദാമോദരൻ. ദി ഗുഡ് എർത്ത് എഴുതിയതാര്? പേൾ എസ് ബർഗ്. ദി ഗുഡ് എർത്ത് എഴുതിയത് പേൾ എസ് ബർഗ്. മൊണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ലിയോണാർഡോ ഡാവിഞ്ചി. മൊണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ലിയോണാർഡോ ഡാവിൻസി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ആസാമിലെ നൃത്തരൂപമാണ് ബിഹു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി? അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി ഗോവ. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി മോനിഷ. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി മോനിഷ. കിഴവനും കടലും എഴുതിയത് ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. കിഴവനും കടലും എന്നത് എഴുതിയത് ഏണസ്റ്റ് ഹെമിംഗ്വേ. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക്. തമാശ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നൃത്തരൂപമാണ് തമാശ. ലതാ മങ്കേഷ്കർ പിന്നണി പാടിയ മലയാള ചിത്രം നെല്ല്. ലതാ മങ്കേഷ്കർ പിന്നണി ഗായികയായി പാടിയത് നെല്ല് എന്ന ചിത്രത്തിലാണ്. പാവങ്ങൾ എന്ന കൃതി ആരാണ് എഴുതിയത്? വിക്ടർ ഹ്യൂഗോ. പാവങ്ങൾ എന്ന കൃതി എഴുതിയത് വിക്ടർ ഹ്യൂഗോ. ഒരു അഷ്ടപദിയിലുള്ള സ്വരങ്ങളുടെ എണ്ണം 12. ഒരു അഷ്ടപദിയിലുള്ള സ്വരങ്ങളുടെ എണ്ണം 12. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഷൈലോക്ക് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ഷേക്സ്പിയർ. ഷൈലോക്ക് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ഷേക്സ്പിയർ. ശൃംഗാരഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം. ശൃംഗാരഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ദാദാ സാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1969. 1969 ദാദാ സാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവ് ജി ശങ്കരക്കുറുപ്പ്. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവ് ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസൻ. ആശയഗംഭീരൻ എന്നറിയപ്പെട്ട കവി കുമാരനാശാൻ. കുമാരനാശാനാണ് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി. ഗളിവേഴ്സ് ട്രാവൽസ് എന്ന കൃതി രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ്. ഗളിവേഴ്സ് ട്രാവൽസ് എന്ന കൃതി രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി PJ ആന്റണി. ചിത്രം നിർമാല്യം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി PJ ആന്റണി. ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ്? വള്ളത്തോൾ. ബന്ധനസ്ഥനായ അനിരുദ്ധൻ വള്ളത്തോളിന്റെ കൃതിയാണ്. നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1000. നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1000. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ കൃതിയാണ്? ഖുഷ്വന്ത് സിംഗ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നത് ഖുഷ്വന്ത് സിംഗിന്റെ കൃതിയാണ്. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ് ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത്.
സഖ്യന്റെ മകൻ എഴുതിയതാര്? വൈലോപ്പള്ളി. വൈലോപ്പള്ളി എഴുതിയതാണ് സഖ്യന്റെ മകൻ എന്നത്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അപ്പുക്കിളി. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി വള്ളത്തോൾ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ഒ ഹെൻറി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? വില്യം സിഡ്നി പോർട്ടർ. ഒ ഹെൻറി എന്ന തൂലികാനാമത്തിൽ രചനകളൊക്കെ നടത്തിയിരുന്നത് വ്യക്തിയാണ് വില്യം സിഡ്നി പോർട്ടർ. ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം മദർ ഇന്ത്യ. ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം മദർ ഇന്ത്യ. അൺടച്ചബിൾസ് എന്ന കൃതി രചിച്ചത് മുൽക്ക് രാജ് ആനന്ദ്. അൺടച്ചബിൾസ് എന്ന കൃതി രചിച്ചത് മുൽക്ക് രാജ് ആനന്ദ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം വയലിൻ. അപ്പോൾ വയലിനാണ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഗണദേവത എന്ന കൃതി ആരെഴുതിയതാണ്? താരശങ്കർ ബന്ദോപാധ്യായ്. ഗണദേവത എന്ന കൃതി എഴുതിയത് താരശങ്കർ ബന്ദോപാധ്യായ്. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ചെറുശ്ശേരി. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യലോകം. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ മന്ത്രവാദ ചടങ്ങ്, അതിനെയാണ് ഗത്തിക എന്ന് പറയുന്നത്. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള മന്ത്രവാദ ചടങ്ങാണ് ഗത്തിക. പൂതപ്പാട്ട് ആരെഴുതിയതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് പൂതപ്പാട്ട് എഴുതിയത്. മൗഗ്ലി എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് റുഡ്യാർഡ് കിപ്ലിംഗ്. മൗഗ്ലി എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് റുഡ്യാർഡ് കിപ്ലിംഗ്. താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രം ആലം ആര. ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രം ആലം ആര. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയത് എസ് കെ പൊറ്റക്കാട്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്. പഥേർ പഞ്ചാലി സംവിധാനം ചെയ്തത് സത്യജിത് റായ്. പഥേർ പാഞ്ചാലി സംവിധാനം ചെയ്തത് സത്യജിത് റായ്. കാതൽ മന്നൻ എന്നറിയപ്പെട്ട സിനിമാ നടൻ ആരാണ്? ജെമിനി ഗണേശൻ. കാതൽ മന്നൻ എന്നറിയപ്പെട്ട സിനിമാ നടൻ ജെമിനി ഗണേശനാണ്. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ആരുടെ വരികളാണ്? ഇടശ്ശേരി. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ആരുടെ വരികളാണ്? ഇടശ്ശേരി. അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? നാലുകെട്ട്. നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ട ആ വ്യക്തിയാണ് ബെൻ കിങ്സ്ലി. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് രചനകൾ നടത്തിയിരുന്നത് ONV കുറുപ്പ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്തൊക്കെ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ONV കുറുപ്പ്. ഒരു ഗാനത്തിന്റെ ആദ്യ ഖണ്ഡം അറിയപ്പെടുന്നത് പല്ലവി. ഒരു ഗാനത്തിന്റെ ആദ്യ ഖണ്ഡം അറിയപ്പെടുന്ന പേരാണ് പല്ലവി എന്ന്. മൺസൂൺ വെഡ്ഡിംഗ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് മീര നായർ. മൺസൂൺ വെഡ്ഡിംഗ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് മീര നായർ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ പ്രസിദ്ധമായ ഈ വരികൾ എഴുതിയത് കുമാരനാശാൻ. അപ്പോ കുമാരനാശാന്റെ പ്രസിദ്ധമായ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. തമിഴ്നാട്ടിൽ ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരൻ KCS പണിക്കർ. തമിഴ്നാട്ടിലെ ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചത് KCS പണിക്കർ. അമ്പലമണി ആരുടെ രചനയാണ്? സുഗതകുമാരി. സുഗതകുമാരിയുടെ ഒരു രചനയാണ് അമ്പലമണി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്.
കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. ദാർശനിക കവി എന്നറിയപ്പെട്ടിരുന്നത് ജി ശങ്കരക്കുറുപ്പ്. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കരപിള്ള? തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച ഒരു കഥയാണ് തലയോട്. A-B എന്ന കൃതിയുടെ കർത്താവ് കോവിലൻ. A-B എന്ന കൃതിയുടെ കർത്താവ് കോവിലൻ. രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധ കഥ എഴുതിയത് ഉറൂബ്. ഉറൂബ് എഴുതിയ ഒരു കഥയാണ്, സുപ്രസിദ്ധ കഥയാണ് രാച്ചിയമ്മ. അറിവാണ് ശക്തി എന്ന് പറഞ്ഞതാരാണ്? ഫ്രാൻസിസ് ബെക്കൻ. അറിവാണ് ശക്തി എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബെക്കൻ. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രം എഴുതിയത് M.K. സാനു. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രം എഴുതിയത് M.K. സാനു. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് M.F. ഹുസൈൻ. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്ന വ്യക്തി M.F. ഹുസൈൻ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സ്വാധീനിച്ച കൃതി അൺടു ദിസ് ലാസ്റ്റ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സ്വാധീനിച്ച കൃതി അൺടു ദിസ് ലാസ്റ്റ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ചെറുശ്ശേരി. മൈ മ്യൂസിക് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. ചെറുകാടിന്റെ ആത്മകഥയുടെ പേര് ജീവിതപാത. ചെറുകാടിന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത. ഭരതനാട്യം ഉത്ഭവിച്ച നാട് തമിഴ്നാട്. ഭരതനാട്യം ഉത്ഭവിച്ച നാട് തമിഴ്നാട്. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയിലെ സിനിമാ വ്യവസായമാണ്? കന്നഡ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയിലെ സിനിമാ വ്യവസായമാണ്? കന്നഡ. കേരള സ്കോട്ട് എന്നറിയപ്പെട്ടത് ആര്? C.V. രാമൻപിള്ള. C.V. രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഏവൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ. ഏവൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരനാണ് വില്യം ഷേക്സ്പിയർ. ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്ന് അറിയപ്പെടുന്നത് എഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവാണ് എഴുത്തച്ഛൻ. C.V. രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതം. C.V. രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതം. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടെ വരികൾ? വള്ളത്തോൾ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ഇതാരുടെ വരികളാണ്? വള്ളത്തോളിന്റെ. ഇന്ത്യയിൽ ആദ്യത്തെ ഫിലിം അക്കാദമി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിലിം അക്കാദമി സ്ഥാപിതമായത്. മലയാളത്തിലെ ആദ്യ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ. ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. S.K. പൊറ്റക്കാടിന്റെ കൂടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ വിഷകന്യക. S.K. പൊറ്റക്കാടിന്റെ കൂടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ വിഷകന്യക. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള. ചിത്തിരപാവൈ ഇത് എഴുതിയതാര്? അഖിലൻ. ചിത്തിരപാവൈ എഴുതിയത് അഖിലൻ.
ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1975. 1975 ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത്. ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന വിശ്വപ്രസിദ്ധ കൃതി എഴുതിയത് ആരാണ്? റുസോ. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് എഴുതിയത് റുസോയാണ്. പിന്നെ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം. അത് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ച സമയത്ത് ആ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോയും കൂടെ കാണുക. കവാലി സംഗീതത്തിന്റെ പിതാവ് ആരാണ്? അമീർ ഖുസ്രു. കവാലി സംഗീതത്തിന്റെ പിതാവ് അമീർ ഖുസ്രു. കേരളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. ഇലിയഡ് എന്ന ഇതിഹാസം രചിച്ചത് ഹോമർ. ഇലിയഡ് എന്ന ഇതിഹാസം രചിച്ച വ്യക്തി ഹോമർ. കയ്യൂർ സമരത്തെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രം മീനമാസത്തെ സൂര്യൻ. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രാം സ്റ്റോക്കർ. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ബ്രാം സ്റ്റോക്കർ. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. ദി റിപ്പബ്ലിക് എഴുതിയത് ആരാണ്? പ്ലേറ്റോ. ദി റിപ്പബ്ലിക് എഴുതിയത് പ്ലേറ്റോ. മയൂര സന്ദേശം രചിച്ച വ്യക്തി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മയൂര സന്ദേശം രചിച്ചത്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കൃതിയാണ് പോസ്റ്റ് ഓഫീസ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സംഘകാല കൃതി പതിറ്റുപത്ത്. ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സംഘകാല കൃതി പതിറ്റുപത്ത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വ്യഥ. ആരാണ് ഈ വരികൾ എഴുതിയത്? പൂന്താനം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വ്യഥ. ഈ വരികൾ എഴുതിയ വ്യക്തിയാണ് പൂന്താനം.